പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി വരുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഉള്ളു നിറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. യേശുവിൻ്റെ കൃപയിൽ നിന്ന് ഒരിക്കലും വേർപെട്ടു പോകാതെ ആ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കാനായി പ്രഭാതത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമ്മൾ കേൾക്കാം. ഒരു ദിവസം ക്രിസ്തു ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ കയറി. മർത്ത എന്ത് ചെയ്തു? അവനെ പരിചരിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾക്കകത്ത് വ്യാപൃതയായി അവൾ ജോലികൾക്കകത്ത് ഏർപ്പെട്ടു. മറിയം എന്നാൽ അവൻ്റെ പാദാന്തികത്തിൽ വന്ന് ഒന്നും മിണ്ടാതെ വന്നിരുന്നു. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ മർത്ത എന്ന സഹോദരി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ക്രിസ്തുവേ, ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? എൻ്റെ സഹോദരി എന്നെ സഹായിക്കാൻ പറഞ്ഞു വിടുക. യേശു പറഞ്ഞു, മർത്ത, നീ പല കാര്യങ്ങൾക്കകത്ത് വ്യാപൃതയാണ്. മറിയം ഉചിതമായത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഉചിതമായ പ്രവൃത്തി? നമുക്കറിയാം, ക്രിസ്തു ജെറൂസലേമിലേക്ക് പോകുന്നത് അവൻ തൻ്റെ മരണം തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ്. കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, നീ ജെറൂസലേമിലേക്ക് പോകാൻ പാടില്ല. തോമസ് പറഞ്ഞു, ബാ, നമുക്ക് ഇവൻ്റെ കൂട്ടത്തിൽ പോയി മരിക്കാം. കൂടെയുള്ള ശിഷ്യന്മാർ ക്രിസ്തുവിൽ അത്രമാത്രം ഇടറിയാണ് അവൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇത്തിരി കഴിയുമ്പോൾ ജെറൂസലേമിലേക്ക് കയറി ചെന്നാൽ അവൻ പടയാളികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. കാലം അവന് വേണ്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഉഗ്രമായ പീഡനത്തിലൂടെ അവൻ കടന്നുപോകും. അവൻ ആ പീഡനത്തെ പറഞ്ഞിരിക്കുന്ന മാമോദീസ എന്നാണ്. അത് പൂർത്തിയാകുന്നതുവരെ എൻ്റെ ആത്മാവ് ദുഃഖിതമായിരിക്കുന്നെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. ഇത്രമാത്രം ഉൾക്കടമായ സങ്കടത്തോടുകൂടെ മരണത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി ക്രിസ്തു ജെറൂസലേമിലേക്ക് പോകും വഴിയാണ് ഈ പെങ്ങന്മാരുടെ വീട്ടിൽ കയറുന്നത്. ഒരാൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. മറ്റൊരാൾ ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന കണ്ണുനീരിനെ തിരിച്ചറിഞ്ഞിട്ടാണ് അവൾ ആ പാദാന്തികത്തിൽ അവൻ്റെ മിഴികളിലേക്ക് നോക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന മനുഷ്യന്, കണ്ണുനീരിൽ ഉരുകി നിൽക്കുന്ന മനുഷ്യന് നിങ്ങൾ എത്ര അനുഭവങ്ങളിൽ ചാലിച്ചെടുത്തിരിക്കുന്ന തങ്കപ്പെട്ട വാക്കുകൾ പറഞ്ഞാലും മനസ്സിലാവില്ലെന്നേ. കണ്ണുനീരൊഴുക്കി കാത്തിരിക്കുന്ന മനുഷ്യന് നിങ്ങളുടെ സാമീപ്യമോ നിങ്ങളൊന്നും പറയാതെ അവനെ കേട്ടിരിക്കുകയാണ് വേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ്. നിങ്ങൾ പറയുന്ന മനുഷ്യനേക്കാൾ നിങ്ങൾ കേൾക്കുന്ന മനുഷ്യനാകുക. കാരണം ദൈവം നിനക്ക് ഒരു നാവേ നൽകിയിട്ടുള്ളൂ. ആ നാവ് പോലും 32 പല്ലിനകത്തിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ദൈവം നിനക്ക് 2 ചെവികൾ നൽകിയിട്ടുണ്ട്. ആ ചെവികളിലൂടെ നീ കേൾവിക്കാരനായി മാറൂ. പലപ്പോഴും മനുഷ്യന് കേൾക്കുവാൻ ഇവിടെ ആളില്ലാത്തത് കൊണ്ടാണ് അവൻ്റെ ഹൃദയം വലിയ വേദനകളിലേക്കൊക്കെ മുഖരിതമായി പോകുന്നത്. വേദനിക്കുന്ന മനുഷ്യന് നിന്റെ സാമീപ്യം മതി. നീ സാരമില്ല എന്ന് പറയുന്നൊരു വാക്ക് കേട്ടാൽ മതി. നീ അരികിൽ വന്ന് കയ്യിലൊന്ന് മുറുകെ പിടിച്ചാൽ മതി. തീരാവുന്ന പ്രശ്നങ്ങളും വേദനകളും ആശ്വാസപ്പെടലൊക്കെ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുറ്റും നിൽക്കുന്നവരോട് നീ അധികം വർത്തമാനം പറയാൻ പോകണ്ട. നീ കേൾക്കുന്നൊരു മനുഷ്യനാകുക, സാന്ത്വനം കൊടുക്കുന്നൊരു വ്യക്തിയായി മാറുക. അവിടെയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് പോകുന്നത്. നീ വലിയ വ്യക്തിയായി മാറുന്നത് ഒരാളെ കേൾക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ്. അതുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, അധികം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുവാൻ പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. അത് മറ്റൊരാൾക്ക് ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ.